ഇന്ന് ഈ ഒരു ഷെൽഫിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടോളൂ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഫ്ലിപ്കാർട്ട് അൺബോക്സിങ് വീഡിയോ ആണ്. ഈ കാണുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ അവർ സെയിം അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കിട്ടിയിരിക്കുന്നത് ഈ സെയിം സാധനം തന്നെയാണോ എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ. സോ ഇത് അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ശരണ്യ. ബ്യൂട്ടി വ്ളോഗുകൾ, ഹെയർ ഗ്രോത്ത് വീഡിയോസുകൾ ധാരാളം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു പ്രൊഡക്റ്റ് മീഷോ, ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ എല്ലാം തന്നെ അവൈലബിൾ ആണ്. പക്ഷേ റേറ്റിൽ നല്ല രീതിക്ക് വേരിയേഷൻ ഉണ്ട്. ആമസോണിൽ 3000 റുപ്പീസാണ് കേട്ടോ ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടത്. ഇപ്പോൾ റേറ്റ് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ അത് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലിപ്കാർട്ടിൽ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രൈസ് ഞാൻ കണ്ടത്. 1000 റുപ്പീസിനാണ് കേട്ടോ ഞാൻ ഈ ഷെൽഫ് റാക്ക് മേടിച്ചത്. ഈ കാണുന്ന ഷെൽഫ് റാക്ക് ഞാൻ മേടിച്ചത്. അപ്പം നമുക്ക് ഈ ഒരു പ്രൈസിന് നമുക്ക് വേർത്താണോ എന്നൊക്കെ അറിയണ്ടേ. ഇതിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. വിഡ്ത്ത് ആയിക്കോട്ടെ, ലെങ്ത് ആയിക്കോട്ടെ, ഫുള്ള് കൊടുത്തിട്ടുണ്ട് അവർ. പക്ഷെ നമുക്ക് സെയിം തന്നെയാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് കൂടെ നമുക്ക് നോക്കണ്ടേ. എന്നാലല്ലേ ഈ പ്രൈസിന് വേർത്താണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ട് എന്നുള്ളത്. പിന്നെ 6 ലെയേർഡാണ് ഇത് വരുന്നത് കേട്ടോ. 6 ലെയറിൻ്റെ ഒരു മൾട്ടിപർപ്പസ് ഷെൽഫ് റാക്കാണ് വരുന്നത്. കിച്ചണിലായിക്കോട്ടെ, ബെഡ്റൂമിലായിക്കോട്ടെ, ഡൈനിങ് ഏരിയയിൽസ് ആയിക്കോട്ടെ, ഇവിടെ എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മൾട്ടിപർപ്പസ് ഷെൽഫ് റാക്കാണ്. അപ്പം നമുക്ക് ഈ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ടെന്നും അത് വേർത്താണെന്നും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ നമുക്കിത് അൺബോക്സ് ചെയ്യുമ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും കേട്ടോ, ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ആ ഒരു ഇത് ഫസ്റ്റിലത്തെ ആ ഒരു ടെൻഷൻ തന്നെ ഉള്ളൂ. നമുക്കിത് അതിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ. നമ്മൾ ഈ ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്കതറിയാം. ഏറ്റവും താഴെ വെക്കേണ്ട പോർഷനും ഏറ്റവും മുകളിൽ വെക്കേണ്ട പോർഷനും നമുക്കതിൽ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടാവും. അതിലോട്ട് ഈ ഒരു ലെഗ്സ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒരു ഇൻ്റർലോക്ക് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഇതേപോലെ ലോക്ക് ചെയ്ത് കൊടുത്താൽ പിന്നെ അവിടെ നിങ്ങോട്ട് അഴിക്കാൻ പറ്റും. നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വീണ്ടും നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്നൊന്നും റിമൂവായി കിട്ടില്ല. 4 ഭാഗത്തും ഞാൻ ഇതേപോലെ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇൻ്റർലോക്കിൻ്റെ പോർഷനിൽ മാത്രം തന്നെ നമ്മളത് കണക്ട് ചെയ്യാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ഭാഗത്തായിട്ട് ടൈറ്റായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടില്ല. ആ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി നമ്മൾ ഇതേപോലെ നമ്മൾ അതിൽ റൈറ്റ് ലെഫ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും റൈറ്റ് ലെഫ്റ്റ് കണക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ബാക്ക് പോർഷനിൽ ഇതേപോലെ ഒന്ന് അതിൻ്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ കേട്ടോ. 2 സൈഡിലും ഇതേപോലെ പ്രസ് ചെയ്യുക. ഉള്ളിലോട്ട് പ്രസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഫിറ്റായിട്ട് അവിടെ ഇരുന്നോളും. പിന്നെ ഉള്ളത് ഈ ഒരു ഡോറാണ് കേട്ടോ. ആ ഡോറ് ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് വേണം മേലത്തെ ഈ പോർഷൻ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓരോ പാർട്സിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻ്റർലോക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കണക്റ്റ് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് യാതൊരു ടെൻഷനില്ലാണ്ട് പറ്റും. പക്ഷേ ഈ ഒരു റൈറ്റും ലെഫ്റ്റും വെക്കേണ്ട കാര്യത്തിൽ നമുക്ക് ഈ ഒരു സൈഡിൽ ഇതേപോലെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അത് 2 സൈഡിലും സെയിം സൈഡിൽ തന്നെയാണ് വരുന്നതെന്ന് നോക്കണം കേട്ടോ. കാരണം നമ്മൾ ഡോറ് വെക്കേണ്ട ഭാഗത്തുള്ള പോർഷനാണത്. അത് നമ്മൾ അങ്ങോട്ടും കൂടി തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഡോറ് കണക്ട് ചെയ്യാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. അതിൽ കൊടുത്തിട്ടുണ്ട് റൈറ്റ് ലെഫ്റ്റ് എന്നുള്ളത്. അത് നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ലോക്ക് ചെയ്യുകയാണെന്നെങ്കിൽ നല്ല സിമ്പിളായിട്ട് തന്നെ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് കണക്ട് ചെയ്യണ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായുള്ളൂ. പക്ഷേ ഫസ്റ്റ് കണക്ട് ചെയ്തതിന് ശേഷം എനിക്ക് നല്ലൊരു ഹാപ്പിനെസ് ആയിട്ടോ. പിന്നെ നമുക്കത് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്തിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്കൊരു ടെൻഷനൊന്നും ഉണ്ടാവില്ല. 3ാമത്തെ പോർഷൻ ഷെൽഫ് റാക്ക് വെക്കുമ്പോൾ ഞാൻ ആ സൈഡ് ഭാഗം ഒന്ന് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും അത് റിമൂവ് ചെയ്തിട്ട് അത് കണക്ട് ചെയ്യാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാനത് സെയിം വീണ്ടും അത് എടുത്ത് കാണിക്കാൻ കാരണം കേട്ടോ. നല്ല രീതിക്ക് ക്വാളിറ്റി ഉണ്ട്. നമ്മൾ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ കൂടി ഈ ഒരു പ്രൈസിന് എക്സ്ട്രാ വേർത്താണ്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. പക്ഷേ കുറച്ച് പേരൊക്കെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു റൈറ്റ് കാണുമ്പോൾ അവരത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ഇതൊന്ന് നോക്കിയാൽ മതി. നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് വേർത്താണെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. കാരണം ചില പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ റേറ്റ് കൂടുതലാണെങ്കിൽ പോലും നമുക്ക് ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് 10/10 തന്നെ കൊടുക്കാം കേട്ടോ. അത്യാവശ്യത്തിന് സ്പേസ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ 6 കബോർഡ് അല്ലാതെ നമുക്ക് 5 ആയിട്ടും 4 ആയിട്ടും കബോർഡ് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ റേറ്റ് ഇതേപോലെ 800 ഒക്കെ റേറ്റ് വരുന്നത്. എന്തായാലും കൊടുക്കുന്ന പ്രൊഡക്റ്റിന് എക്സ്ട്രാ വർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുന്നതാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. Love you and bye.